വിമർശനമുണ്ടെങ്കിൽ മാത്രമേ വളരൂ എന്ന് മനസ്സിലാക്കുന്നവർക്കൊക്കെ ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയും. എന്തായാലും അങ്ങനെയൊരു ഉൾക്കൊള്ളലോ അങ്ങനെ ഒരു സഹിഷ്ണുതയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. ആദ്യത്തെ ഉദാഹരണമൊന്നുമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ കേരളം കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്നാണ് പിണറായി വിജയൻ വിളിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഈ രീതിയിലാണ് ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് ഒരു നാട് കണ്ടിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമ്പോൾ പ്രോഗ്രസിനെ കുറിച്ച് പറയേണ്ടതിന് പകരം തൻ്റെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ച്, അതും അത്രയ്ക്കൊന്നും പറഞ്ഞുമില്ല, പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല, അതൊരു റിമൈൻഡറാണ്. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല, ഇറ്റ്സ് എ റിമൈൻഡർ. അതൊരു ക്രിറ്റിസിസം എന്നതിനേക്കാളും ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അതിലേക്ക് എന്താണ് അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് ഉൾക്കൊള്ളേണ്ടതായിരുന്നു. അത് പല ആളുകൾക്കും പലപ്പോഴും സാധിക്കാതെ പോകുന്ന കാര്യമാണ്. അതായത് ഞാൻ വലുത്, ഞാനാണ് ശരി എന്ന് കരുതിയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഗീവർഗീസ് മാർ കൂറിലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിതാവ് ഒരു ഇടത് ചിന്താഗതിക്കാരനാണ്, ഇടത് പക്ഷത്തിൻ്റെതായ വിവിധ വേദികളിൽ വന്നിട്ടുള്ള ആളാണ്. അത്രയും സ്ട്രോങ് ആയ ഒരു സർക്കാരിനൊപ്പം, അതായത് ഒരു ഭരണകക്ഷിക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി, സമൂഹം വിലമതിക്കുന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ പോസിറ്റീവായി എടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ അപലപിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ടേക്ക് പിണറായി വിജയൻ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പിന്തുണ, യാക്കോബായ സഭയുടെ പിന്തുണ ഇല്ല എന്നിവിടെ ഡോക്ടർ അരുൺ വായിച്ചു. പക്ഷേ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പിന്തുണ അദ്ദേഹത്തിനാണ്. കാരണം ഗീവർഗീസ് മാർ കൂറിലോസിനെ അപഹസിച്ച പിണറായി വിജയൻ്റെ നടപടി ശരിയായില്ല എന്നാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, അതായത് നമ്മൾ കേട്ടുവന്ന കഥയാണ് രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ച്. അപ്പോൾ ഒരു രാജാവ് നഗ്നനാണ് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടത് ആ രാജ്യത്തെ ആളുകളുടെ കടമയാണ്. അതിപ്പോൾ കേന്ദ്രമായാലും കേരളമായാലും ജനങ്ങൾ ആ കടമ നിർവഹിക്കണം. അത് കേന്ദ്രത്തിൽ മോദിക്കെതിരെ പറയാം, പിണറായിക്കെതിരെ പറയാൻ പാടില്ല. പിണറായി എല്ലാം കൊണ്ടും പരിശുദ്ധനാണ് എന്ന് കരുതിയിരിക്കുന്ന അങ്ങനെ ഒരു അടിമ ചിന്താഗതിയുള്ളവർക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണ്. രാഷ്ട്രീയത്തിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. നേരത്തെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവർക്കും. താമരശ്ശേരി ബിഷപ്പിനെ മുമ്പ് നികൃഷ്ടജീവി എന്നാണ് വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് വിളിക്കുന്നു. അങ്ങനെ ഓരോ ടേംസ് കൃത്യമായി വിമർശിക്കുന്നവരെ ഇങ്ങനെയാണ് തിരിച്ച് വിളിക്കേണ്ടതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബലൂൺ വെച്ചിരിക്കുന്നു, അതിൽ ഒരു സൂചി കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തിയില്ല, അതിനു മുൻപ് തന്നെ അസഹിഷ്ണുതയുടെ ബലൂൺ പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് ഇന്ന് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ നിന്ന് അകന്നു പോകുന്നത് പാർട്ടി പ്രവർത്തകരുടെ വോട്ടായിരിക്കില്ല, പക്ഷേ അനുഭാവികളുടെ വോട്ട് വളരെ പ്രധാനമാണ്. അത്തരം അനുഭാവികളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു മറുപടിയായിപ്പോയി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായത്. യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപനാണ്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വത്തിന് ഒരുപക്ഷെ ഇങ്ങനെ പരസ്യമായ ഒരു വിമർശനത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വാക്കുകളെ ഏറ്റെടുക്കുന്നതിലേക്കോ ഒരുപക്ഷെ അവർ പോയേക്കില്ല. പക്ഷേ വിശ്വാസികളുടെ മനസ്സിലേക്ക്, ആ സഭയുടെ മക്കളുടെ മനസ്സിലേക്ക് ഈ പിണറായി വിജയന്റെ പ്രതികരണം വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാതം അത് മനസ്സിലാക്കാതെ, ആ ചികിത്സയിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, പിന്നെ അതുപോലെ തന്നെ പോലീസ് വേട്ട, മാധ്യമപ്രവർത്തകരോട്, അങ്ങനെ എല്ലാവരോടുമുള്ള ഒരു ഇൻടോളറൻസ്, ഒരു അസഹിഷ്ണുതയുടെ മുകളിലിരിക്കുന്ന ഒരു ഭരണകൂടമായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അപ്പോൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശനത്തെ ഉൾക്കൊള്ളും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരെയും വിമർശിക്കാമെന്ന് പറയുന്ന ഇപിയുടെ വാക്കുകൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിലെ ലേഖനത്തിലെ വിമർശനം, അത് വിശദമായി ഡോക്ടർ അരുൺ പറയുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് ഒരു നല്ല മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത്. അല്ലാതെ വിമർശിക്കുന്നവനെ മോശക്കാരനാക്കി അയാളെ താറടിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതിൽ, ഒരു ചെറിയ വ്യക്തി പറഞ്ഞാലും അപ്പുറത്തിരിക്കുന്നവൻ വലിയവനാണെങ്കിലും ആ വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് കേൾക്കണം, തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം. അതാണ്, അപ്പോഴാണ് അയാൾ കൂടുതൽ വലിയവനാകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.